അതെ, ആദ്യം നമുക്ക് ഈ പെട്ടിയിൽ എന്താണെന്ന് തുറന്നു നോക്കാം. ചിലപ്പോ രൂപയാണെങ്കിലോ? അതൊക്കെ പിന്നെ ഇവിടെ ചോർക്കാൻ പാടില്ല, അത് അപകടമാണ്. അത് ശരി. നമുക്കേ ആദ്യം കുറച്ച് നല്ല ഗൾഫ് മലയാളീസിനെ കണ്ടുപിടിക്കാം. നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് അവരോട് പറയാം, എന്നിട്ട് ഇത് തുറക്കാം. അതുവരെ തുറക്കാൻ പാടില്ല. അത് ശരിയാ. ഞാൻ പറയുന്ന പോലെ ഞാൻ പറയുന്ന പോലെ നീ കേക്കോ? ഞാൻ ശ്രമിക്കാം. നമ്മുടെ വേഷം ശരിയല്ലെന്നുണ്ടോ? ആളുകളുടെ മുഖത്തൊക്കെ ഒരു അത്ഭുതം. പക്ഷെ റോഡിലൊന്നും ഒരു ഒറ്റ അറബിയും കാണുന്നില്ലല്ലോ. അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ആ ബസിന്റെ പുറത്തേക്ക് വെച്ചിരിക്കുന്ന തമിഴല്ലേ? പാരീസ്. പാരീസ്. പാരീസിലേക്ക് എവിടുന്ന് ബസ്സാ? പാരീസിലേക്ക് ആയിരുന്നു ബസ് സഞ്ചരിക്കൂ. എവിടെയെങ്കിലും പാരീസ് എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. എന്റെ ഈശ്വരാ, ഇത് ഗൾഫൊന്നും അല്ല, ഇത് ഗൾഫല്ല. നെഞ്ചു കുത്തുന്ന വർത്തമാനം പറയല്ലേ. അല്ല, ഇന്ത്യൻ ബാങ്ക്, ശ്രീ വിശാലൻ ചിറ്റ് ഫണ്ട്, അതുകൊണ്ട് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അങ്ങനെ ആയിരിക്കില്ല. അതെ. തുറന്നു നോക്കടാ. ഭാഗ്യരാജൻ രാധേ. എവിടെടാ ഭാഗ്യരാജൻ രാധേ? എനിക്കൊന്നും അറിയില്ല. അയ്യോ, രാജ അണ്ണാമലെ മെമ്മോറിയൽ ഹാൾ. എനിക്ക് ആ കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ഗഫൂർക്ക ചതിക്കൊന്നുമില്ല. ഗഫൂർ ആണ് ഇതിന്റെ അലിയനാ. നീ എന്തിനാ എന്നോട് ചാടി കളിക്കുന്നത്? പശുവിനെ വിറ്റതും വെള്ളത്തിൽ ചാടിയതും നീന്തിയതും കഷ്ടപ്പെട്ടതൊക്കെ മദിരാശി വരാനാ? അത് തന്നെയാ ഞാനും ചോദിക്കുന്നത് നിന്നോട്. നീ എന്നോട് മിണ്ടുണ്ടോ? ഞാനിന്നോട് മിണ്ടുന്നില്ല. சாமி எங்க போன சாமி? குண்டு சாமி டக்கரான பைசா ஹோட்டலுக்கு கூட்டு போற சாமி. ഗഫൂറിനെ ഞാൻ വിശ്വസിച്ചു പോയി, അല്ലാതെ അറിഞ്ഞോണ്ടല്ലോ. അവനെ ഞാൻ ശരിക്ക് പോയെന്ന് കാണുന്നുണ്ട്. അങ്ങോട്ട് ചെല്ലേ, അവരോട് കളിച്ചാൽ നിന്റെ എല്ല് പോലും കിട്ടില്ല. നമുക്ക് നോക്കാം. അടയാർ പാർക്ക്. ചിലപ്പോ നമ്മുടെ ഭാഗ്യം ഈ പെട്ടിക്കകത്തായിരിക്കും. ആദ്യം നമുക്ക് ഈ വേഷം ഒന്ന് കളയാം. 100-200 രൂപ എങ്ങനെയും കളഞ്ഞു. Good morning, sir. Can I help you? Help? No, yes. See, we need a suite. Yes. Before that, will you please direct us to the toilet? Sure. That way, sir. That way. Thank you. Thank you. Yes. Come in. അവരെത്തിക്കഴിഞ്ഞു. ആര്? അറബി വേഷക്കാർ, CID-കൾ. എവിടെ? അവിടെ റിസപ്ഷനിൽ. അവര് നിങ്ങളെ കണ്ടോ? ഇല്ല. പിന്നെ നിങ്ങളെ എന്തിനും ഇങ്ങോട്ട് കെട്ടിയെടുത്തു? എന്നെ കൂടെ അകത്താക്കണോ? അവർ നമ്മുടെ താവളം അന്വേഷിച്ചിട്ട് കാര്യം അറിയിക്കണ്ടേ? വേണ്ട. ഇപ്പൊ ഞാൻ പിടിക്കപ്പെടാനുള്ള ഏക മാർഗം നിങ്ങളാണ്. Get out. പിടിക്കപ്പെട്ടാൽ അനന്തൻ നമ്പ്യാരെന്നുള്ള പേര് ശബ്ദിച്ചു പോരും. പിടിക്കപ്പെട്ടില്ലെങ്കിൽ
ആ CID മാരുടെ ഓരോ നീക്കങ്ങളും ശ്രദ്ധിക്കുക. യെസ് സർ. Go away and save me. നീ കഥ അടയ്ക്കേ, കഥ അടയ്ക്കേ. ഓ രൂപ തന്നെയല്ലേ? മഞ്ഞ തുണി. ഇല്ലേ? അയ്യോ, രൂപയൊന്നുമില്ല. ഇതെന്തോന്ന്? വല്ല വിഷമാണെന്ന് നോക്ക്, കലക്കി കുടിച്ചങ്ങ് ചത്ത് കളയാം. എന്തോന്ന് ഇത്? ഉപ്പാ? അതെ, നമ്മൾ കടലിൽ ഉപ്പ് വെള്ളത്തിൽ നീന്തുന്ന കണ്ടപ്പോ അവന്മാര് വിചാരിച്ചു കാണും നമുക്ക് ഉപ്പ് വലിയ ഇഷ്ടമായിരിക്കും എന്ന്. കുറച്ച് എന്നാ ആദ്യം നീ തിന്ന്. എനിക്ക് ദേഷ്യം വന്നിട്ടില്ല, ഞാൻ വല്ലതും ചെയ്തു. ഓ, ഇത് മയക്കുമരുന്നോ മറ്റോ ആണെന്ന് തോന്നുന്നു. മയക്കുമരുന്നോ? നിന്നെ എന്നെ മയക്കിയിട്ട് അവന്മാർക്ക് എന്താ നേട്ടം? നീ ഒന്ന് ചിലക്കാതിരിക്കുന്നുണ്ടോ? ഇതോടെ നമ്മുടെ കച്ചവടം തീരും. ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഇവൻ നമ്മുടെ കൈ വന്നതാ. ഇവൻ നമ്മളെ കൊണ്ട് കൊലച്ചോറ് തീറ്റിക്കും. വിലപിടിപ്പുള്ള വല്ല മരുന്നുവാണേൽ നമുക്കിതങ്ങ് വിൽക്കാം. നല്ലത്. പെട്ടിയും തുറന്നു വെച്ച് നമുക്ക് പ്ലാറ്റ്ഫോമിൽ ചെന്ന് വിളിച്ചു പറയാം, മയക്കുമരുന്ന് വിൽക്കാനുണ്ട്, ഓടി വരൂ ഓടി വരൂ എന്ന്. നേരെ തൂക്കിയെടുത്ത് ഓടിട്ട കെട്ടിടത്തിനകത്ത് കൊണ്ടിരുത്തും. അത് തന്നെ നല്ലത്. ബാങ്കുകാരെ പറ്റിച്ചേ പശുവിനെ കൊണ്ട് കാളച്ചന്ത വിൽക്കുന്ന പോലെ അല്ല. നിരപരാധിത്വം തുറന്നു പറഞ്ഞ് നമുക്കിത് പോലീസിൽ ഏൽപ്പിക്കാം. അതാ നല്ലത്. അയ്യോ, come in. What the hell are you doing inside? What do you look at? We just മൈ ഓൾവേസ് ഓപ്പൺ ആണ്. nonsense. Idiot. ഈ CID-കൾ ചില്ലറക്കാരല്ല, മിനിറ്റ് വെച്ച് വേഷം മാറുകയാണ്. ഇനി എന്തും സംഭവിക്കാം. എന്റെ കർത്താവേ. മലയാളികളാണല്ലേ? അതെ. അതെ. യോ, സാറ് മലയാളിയാണോ? സാർ, ഞങ്ങൾ രണ്ടുപേരും കൂടെ രാവിലെ കടപ്പുറത്ത് നടക്കാൻ പോയപ്പോ രണ്ടുപേരും ഈ പെട്ടിയും കൈ തന്നിട്ട് ഓടിക്കളഞ്ഞു. അത് ഈ സാറിനോട് പറഞ്ഞിട്ട് സാർ വിശ്വസിക്കുന്നില്ല. സാർ, ഞങ്ങൾ പൊയ്ക്കോട്ടെ സാർ. അവിശ്വാസം കൊണ്ടല്ല, പോലീസ് പിടിക്കുമെന്നായപ്പോൾ സ്വമേധയാ കീഴടങ്ങിയതാവാനും വഴിയുണ്ടല്ലോ. എന്നാ പിന്നെ സാറ് ഞങ്ങളെ അകത്താക്കിയിട്ട് തല്ലിക്കോ. ഇക്കാലത്ത് ഒരു നല്ല കാര്യം ചെയ്താൽ അതാണല്ലോ പ്രതിഫലം. വിജയൻ, ഐ ആം ദാസ്, രാംദാസ്. മിസ്റ്റർ ദാസൻ, ഡിപ്പാർട്ട്മെന്റ് ഈസ് ഗ്രേറ്റ്ഫുൾ ടു യു. പക്ഷേ നിയമത്തിന്റെ ഫോർമാലിറ്റീസിൽ നിന്നും ആർക്കും അങ്ങനെ പെട്ടെന്ന് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് നിങ്ങൾ രണ്ടുപേർ മാത്രമാണ്. അയ്യോ, അപ്പൊ സത്യസന്ധതയ്ക്ക് ഇവിടെ യാതൊരു വിലയില്ലേ സാർ? ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വരുത്തിയാൽ മതി. സാറ് തന്നെ ഞങ്ങളെ ജാമ്യത്തിലെടുത്താൽ മതി. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സാർ, ഇവിടെ ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല സാർ. നിങ്ങൾ അപ്സെറ്റ് ആവാതെ ആലോചിച്ച് നോക്ക്. ഈ മദരാശിയിൽ എത്രയോ മലയാളികളുണ്ട്. കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു പരിചയക്കാരൻ, ഒരു നാട്ടുകാരൻ. നാട്ടുകാരെ ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊന്നും മേൽവിലാസമില്ല. മേൽവിലാസം ഇല്ലാത്ത നാട്ടുകാരാണ് അധികവും. അങ്ങനെയാണെങ്കിൽ ആരെങ്കിലും കിട്ടുന്നതുവരെ എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കേണ്ടി വരും. ഇപ്പോഴെങ്ങനെ ഇരിക്കുന്നു? ആ പെട്ടി വല്ല കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിഞ്ഞാൽ പോരായിരുന്നോ? രാഷ്ട്ര സേവനത്തിന് ഇറങ്ങിയിരിക്കുന്നു. സാർ, സാർ, എന്റെ വീട്ടിനടുത്തുള്ളൊരു തൊട്ടടുത്തുള്ള ഒരു ആൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ടാക്സി ഡ്രൈവറായി. പുത്തൻപുരയ്ക്കൽ ബാലൻ, PP ബാലൻ. ഓഹോ, ടാക്സി ഡ്രൈവർ ആണെങ്കിൽ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്.
ഇപ്പൊ കാര്യം ഉറപ്പായി. അവര് സിഐഡികൾ തന്നെ. ഇൻസ്പെക്ടറെ കൂട്ടി നമ്മളെ അന്വേഷിച്ചിറങ്ങിയിരിക്കുക. എന്റെ കർത്താവേ, നമ്മളെ കണ്ടെന്നാ തോന്നുന്നേ. ശീഘ്രം മതിയപ്പാ. 57 സീറ്റാണ് ആകെ ഫലം പ്രഖ്യാപിച്ചത്. അതിൽ 43 ഇടത് മുന്നണി. എന്താ അവരുടെ കുറിച്ചുകയറ്റം? നീ ഒന്ന് ശീഘ്രം പോ. നമ്മളെ ചൂണ്ടിക്കാട്ടി കഴിഞ്ഞു. തിരിഞ്ഞു നോക്കാം, വണ്ടി വേഗം വിടും. ഒന്ന് വേഗം വണ്ടി വിടൂ. വരൂ, നമുക്കൊരു ഫോളോ ചെയ്യാം. എങ്ക പോണം? എങ്കയാவது പോ, ശീഘ്രമാ. இடத்துக்கு பேர் இல்லையா? ചിന്താഗിരി പേട, ശീഘ്രം പോ. ഒന്ന് തിരിഞ്ഞു നോക്കാം, വണ്ടി വേഗം വിടൂ. എന്താ ഇത്ര തിരക്ക്? വല്ലവന് കാറ്റ് പോയോ? എന്റെ കർത്താവേ, സ്പീഡ് പോരാ, ഒന്ന് വേഗം വിടൂ. അതെ, ഇത്തിരി പ്രായ കൂടുതലുള്ള വണ്ടിയാ. ചെറുപ്പക്കാരെ പോലെ അത്ര പെട്ടെന്ന് ഓടാൻ പറ്റില്ല. വലത്തോട്ട് തിരിക്കും, വലത്തോട്ട്. എടുത്തോട്ട് തിരിക്കണം. ആദ്യം നിങ്ങൾ തീരുമാനത്തിലെത്ത്. ഒരു ചിന്താതിപ്പെട്ടെങ്കിൽ വഴിയല്ലോ. തന്നോട് വലത്തോട്ട് തിരിഞ്ഞു പോരാ പറഞ്ഞത്. ആ ഭീഷണി തുടങ്ങി. ഒന്ന് വേഗം സ്പീഡ് പോരെങ്കിൽ വേറെ വണ്ടി വിളിച്ചു പോടോ. പറയുന്ന അനുസരിച്ചില്ലെങ്കിൽ തന്നെ ഞങ്ങൾ അവസാനിപ്പിച്ചാലേ. അത് ശരി, അത്രയ്ക്കായോ? എന്നാ അവസാനിപ്പിക്കണം. ബാലേട്ടാ, 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 താൻ ആരാ? ബാലേട്ടൻ എന്നെ ഓർമ്മയില്ലേ? ബാലേട്ടന്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള നാരായണൻകുട്ടിയുടെ മോൻ. നാരായണൻകുട്ടിയുടെ മകൻ ദാസനോ? രാമദാസനോ? ഓർമ്മയില്ലേ? ബാലേട്ടന്റെ വീട്ടിലെ വെള്ളം കോരാനുള്ള തൊട്ടി കിണറ്റിപ്പോയപ്പോ ഞാൻ വന്ന് എടുത്തു തന്നത്. എനിക്ക് ഓർമ്മയില്ലല്ലോ. ഞാനും എടുത്തു തന്നത് ബാലേട്ടാ. എന്റെ ബാലേട്ടാ, ബാലേട്ടാ.